നമസ്കാരം. കേരളത്തിൽ പുതിയ UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഡൽഹിയിൽ നടത്തിയ ആദ്യ കൂടിക്കാഴ്ച സംസ്ഥാനത്തിന്റെ ഭാവി വികസന നയരേഖയായി മാറുന്നു. പാർലമെന്റ് ഹൗസിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സേവാതീർത്ഥിൽ വെച്ച് നടന്ന 20 മിനിറ്റ് നീണ്ട ചർച്ചയിൽ അതിവേഗ റെയിൽപാത, തുറമുഖ വികസനം, വയനാട് പുനരധിവാസ ഫണ്ട് എന്നിവയിലൂന്നിയ സുപ്രധാന ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പുതിയൊരു അധ്യായം കുറിക്കുന്നതായിരുന്നു ഇരുവരും തമ്മിലുള്ള ഈ ഊഷ്മള കൂടിക്കാഴ്ച. കേരളം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിന്റെ കനിവ് തേടിയുള്ള മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്ര അതീവ നിർണായകമാണ്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വി ഡി സതീശന് സാധിച്ചു. വെറുമൊരു ഔപചാരിക സന്ദർശനം എന്നതിനപ്പുറം കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതങ്ങളും പ്രത്യേക പാക്കേജുകളും നേടിയെടുക്കാനുള്ള കൃത്യമായ ഹോംവർക്കോടെയാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘവും പ്രധാനമന്ത്രിയെ കണ്ടത്. മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന കേന്ദ്ര സംസ്ഥാന പോരിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും മാറി വികസന കാര്യങ്ങളിൽ പ്രായോഗിക സമീപനം സ്വീകരിക്കാനാണ് പുതിയ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. കേരളത്തിന് പകരമായി പുതിയ സർക്കാർ വിഭാവനം ചെയ്യുന്ന പരിസ്ഥിതി സൗഹൃദ അതിവേഗ റെയിൽവേ പാതയ്ക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പച്ചക്കൊടി വാങ്ങുക എന്നതായിരുന്നു ചർച്ചയിലെ പ്രധാന അജണ്ടകളിൽ നിന്ന്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസനവും ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങളുടെ നവീകരണവും വഴി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാനുള്ള സഹായവും മുഖ്യമന്ത്രി തേടിയിട്ടുണ്ട്. വയനാട്ടിലുണ്ടായ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ സമഗ്ര പുനരധിവാസത്തിനായി പ്രത്യേക കേന്ദ്ര സഹായ ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യവും മുഖ്യമന്ത്രി ശക്തമായി ഉന്നയിച്ചു. മുൻപ് വിതരണം ചെയ്ത തുകകൾക്ക് പുറമെ ദുരന്തബാധിതരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കാൻ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള പ്രത്യേക പാക്കേജ് അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. വികാരനിർഭരമായ ഈ ആവശ്യത്തോട് അനുകൂലമായ സമീപനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് സൂചന. അതേസമയം വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര പദ്ധതിയായ PM ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ചില ആശങ്കകളും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് മുൻപിൽ തുറന്നു പറഞ്ഞു. കേന്ദ്ര പദ്ധതികളുടെ പേരിൽ സംസ്ഥാനങ്ങളുടെ മേൽ അനാവശ്യമായ അടിച്ചേൽപ്പിക്കലുകൾ ഉണ്ടാകരുതെന്നും കേരളത്തിന്റെ തനത് വിദ്യാഭ്യാസ മാതൃകകളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ഫെഡറൽ തത്വങ്ങൾ മാനിച്ചുകൊണ്ടുള്ള ഇത്തരം തുറന്ന ചർച്ചകൾ ഇരു ഭരണകൂടങ്ങളും തമ്മിലുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ കേരളത്തിന്റെ തനത് സംസ്കാരത്തിന്റെ പ്രതീകമായ കഥകളിയിലെ കൃഷ്ണരൂപം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉപഹാരമായി നൽകി. ഏറെ താല്പര്യത്തോടെയാണ് പ്രധാനമന്ത്രി സമ്മാനം സ്വീകരിച്ചത്. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും ഭരണപരമായ കാര്യങ്ങളിൽ പുലർത്തേണ്ട ഈ ഊഷ്മളത വരും ദിവസങ്ങളിൽ കേരളത്തിന് അനുകൂലമായ വലിയ പ്രഖ്യാപനങ്ങൾക്ക് വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. മുഖ്യമന്ത്രി പദവിയിലെത്തിയ ശേഷമുള്ള വി ഡി സതീശന്റെ ഈ ആദ്യ ഡൽഹി സന്ദർശനം സംസ്ഥാനത്തിന്റെ വികസന മുരടിപ്പ് മാറ്റാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ്. കേന്ദ്രവുമായി നിരന്തരം ഏറ്റുമുട്ടുന്ന നിലപാട് വലിയ സാമ്പത്തിക തിരിച്ചടിയാണ് മുൻപ് കേരളത്തിന് സമ്മാനിച്ചത്. എന്നാൽ കേന്ദ്രത്തെ അന്വയിപ്പിച്ചും കൃത്യമായ പദ്ധതികൾ സമർപ്പിച്ചും അർഹമായത് നേടിയെടുക്കുക എന്ന തന്ത്രപരമായ ശൈലിയാണ് പുതിയ UDF സർക്കാർ സ്വീകരിക്കുന്നത്.